ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് രംഗം. അവിടെ കച്ചവടക്കാരൻ പലതരത്തിൽ ഡിസ്കൗണ്ടുകൾ നൽകിയും ആ കച്ചവടത്തെക്കുറിച്ച് പരസ്യങ്ങൾ നൽകിയും ലേലത്തിലൂടെയെല്ലാം ആളുകളെ ആകർഷിച്ചു. അപ്പോൾ പഴയ സാധനങ്ങളെല്ലാം പലപ്പോഴും വിറ്റഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അന്നൊരു ദിവസം ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പരസ്യം കിട്ടിയത് അനുസരിച്ച് അവിടെ ആ പട്ടണത്തിൽ നിന്ന് ധാരാളമായിട്ട് അവിടെ വന്നു. എന്നാൽ പല സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്കും കൂടിയ വിലയ്ക്കും ഒക്കെ ആയിട്ട് പല രീതിയിൽ ആളുകൾ സ്വന്തമാക്കി. അവസാനം ആരാലും പരിഗണിക്കപ്പെടാതെ ഒരു മൂലയിൽ കിടന്നിരുന്ന തന്ത്രികളൊക്കെ അഴിഞ്ഞ് പൊടി പിടിച്ച് കിടന്ന ഒരു വയലിൻ, ആരും അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വൃദ്ധനായ ഒരു മനുഷ്യൻ അതിലെ കയറി വന്നിട്ട് ഈ വയലിൻ്റെ പൊടിയൊക്കെ തൂത്ത് കളഞ്ഞ് അതിൻ്റെ തന്ത്രികളൊക്കെ മുറുക്കിക്കൊണ്ട് അത് അതിൻ്റെ ഫിഡിലെടുത്ത് മീട്ടുവാനായിട്ട് സംഗീതം മുതിർക്കുവാനായിട്ട് തുടങ്ങി. ജനക്കൂട്ടം പോകുവാനൊരുങ്ങിയവർ അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ച് ആ സംഗീതത്തിൽ ലയിച്ചുകൊണ്ട് അവിടെ നിന്നു. ആളുകൾ കരങ്ങളടിച്ചു, വീണ്ടും വായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ വയലിൽ ലേലക്കാരനെ ഏൽപ്പിച്ചു. ലേലക്കാരനെ ഇത് ഉയർത്തിപ്പിടിച്ച് ലേലം വിളിക്കുവാനായിട്ട് തുടങ്ങി. ലേലത്തുക ഉയർന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അന്ന് ആ കച്ചവട സ്ഥാപനത്തിൽ, ആ പട്ടണത്തിൽ ഈ കച്ചവട സ്ഥാപനത്തിൽ പഴയ സാധനങ്ങൾ വിൽക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വില, അന്ന് തന്നെയല്ല ആ അടുത്ത കാലത്തെങ്ങും കിട്ടാത്തതിനേക്കാൾ ഏറ്റവും വലിയ വില ലഭിക്കുകയുണ്ടായത് ഈ വയലിനാണ്. ആർക്കും വേണ്ടാതെ പൊടി പിടിച്ച് തന്ത്രിയൊക്കെ അയഞ്ഞു ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന വയലിൻ എങ്ങനെയാണ് വിലയായത്? അതിൻ്റെ വിലയുള്ളതായത് അതിൻ്റെ വിദഗ്ധൻ്റെ കൈകൾ അതിനെ സ്പർശിച്ചപ്പോൾ, വിദഗ്ധൻ്റെ കൈകളിലൂടെ അത് കടന്നു പോയപ്പോൾ അതിൻ്റെ മൂല്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. അത് മൂല്യമുള്ളതായി മാറി. അതിൽ നിന്ന് മനോഹരമായ സംഗീതം പുറത്തു വന്നു. ഇതാ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എത്ര പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ഇതാ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരസ്പർശനവും സാന്ത്വനവും സാന്നിധ്യവും നമ്മുടെ ജീവിതം മൂല്യമുള്ളതായി ആക്കി മാറ്റും. ജെറമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ഈ വചനം ജെറമ്യാ 17:7 വചനത്തിൻ്റെ അഭിഷേകം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിറയട്ടെ. എന്താണത്? കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ജീവിതത്തിൽ ഇച്ചിരി കുറവുകളും പോരായ്മകളും വിഷമങ്ങളും പ്രതിസന്ധികളും വഴക്കുകളും ഇല്ലായ്മകളും ദാരിദ്ര്യവും കഷ്ടപ്പാടും ചില രോഗങ്ങളും ചിലപ്പോൾ ഞാൻ ഇന്ന് വായിച്ചത് ഓർക്കാൻ, ഒരു ഡോക്ടർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഉപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടം കൊണ്ട് ഇത് തീർന്നു എന്നല്ല. കാരണം ഈ ലോകത്തിൽ മറ്റെത്രയോ സാധ്യതകളും മറ്റെത്രയോ ഡോക്ടർമാരെയും ആശുപത്രികളെയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ സുഖപ്പെട്ട പല കേസുകളും എനിക്കറിയാം. ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ആശുപത്രിയും ഒരു കൂട്ടം ഡോക്ടർമാരും മറ്റ് ആശുപത്രിയിൽ നിന്ന് കൈയൊഴിഞ്ഞ് കൊണ്ടുവന്ന് ഏറ്റവും പ്രശസ്തമായ ഇന്ത്യയിലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടും ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു ഉപേക്ഷിച്ച അവസാനം അങ്ങേറ്റം എല്ലാവരും അറിയിച്ചു കളഞ്ഞു. പക്ഷേ എല്ലാവരെയും വിസ്മയപ്പെടുത്തിക്കൊണ്ട് അറിയാവുന്നവരെല്ലാം കുടുംബവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ജീവിതത്തിലേക്ക് ഡോക്ടർമാരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ആശുപത്രിയോ ഏറ്റവും വലിയ ഡോക്ടർമാരോ ഉപേക്ഷിച്ചത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അറ്റമല്ല. ചില പരീക്ഷകളിൽ ചിലപ്പോഴൊക്കെ തോറ്റുപോവുകയോ അല്ലെങ്കിൽ കൂട്ടമായ വിഷയങ്ങളിൽ പരാജയമുണ്ടാവുകയോ അങ്ങനെയുള്ള പലരെയും ഇന്ന് എനിക്കറിയാം. അതെല്ലാം ചവിട്ടുപടികളാക്കി ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ ഉയർന്ന് കയറിപ്പോയി. എന്തിൽ തോറ്റോ അതിൽ തന്നെ വിജയികളായത്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ തനിക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിനെയും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തെയും വെറുക്കുകയും എതിർക്കുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഇതാ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് തൻ്റെ മനസ്സ് തുറക്കാൻ തയ്യാറായപ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ അധ്യാപകനായിട്ട് മാറി. അസാധ്യമെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. തനിക്കിത് പറഞ്ഞിട്ടില്ല, തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഈ വചനം മറന്നു പോകരുത്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അനന്തമായ സാധ്യതകളുണ്ട്. ദൈവത്തിൻ്റെ കരസ്പർശനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഇപ്പോഴും അത് സാധിക്കും. നമ്മൾ ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരായാലും നമ്മുടെ സ്വഭാവം എന്ത് തന്നെയായാലും ജീവിതത്തിൽ ഒരുപാട് അപാകതകളൊക്കെ കഴിഞ്ഞ നാളുകളിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം തുടച്ച് കളഞ്ഞ് നമ്മളെ
നമ്മളെ മൂല്യമുള്ളതാക്കി, നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടി നമ്മളെ വിലയുള്ളതാക്കി, മൂല്യമുള്ളതാക്കി. യു ആർ VIP ഫോർ യുവർ ഗോഡ്. ആ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഈ തേനീച്ചയെ കണ്ടിട്ടില്ലേ? എയറോഡൈനാമിക് ലോ അനുസരിച്ച്, അതായത് വായുവിൻ്റെ പറക്കൽ സിദ്ധാന്തം അനുസരിച്ച് തേനീച്ചക്ക് ശാസ്ത്രജ്ഞന്മാരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്, ഒരിക്കലും പറക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് തേനും എടുത്തുകൊണ്ട് പറന്നു വരിക എന്ന് പറയുമ്പോൾ തീർന്നു കഥ. പക്ഷേ ആ എയറോഡൈനാമിക് ലോയെ അതിശയിച്ചുകൊണ്ടാണ്. തേനീച്ചക്ക് അതൊന്നും ചിന്തിക്കാനുള്ള കഴിവോ നേരമോ ഒന്നുമില്ല. വർക്ക് ഹാർഡാണ്, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തേനീച്ചയുടേതുപോലെ ദൈവത്തിൽ നിഷ്കളങ്കമായി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അസാധ്യങ്ങൾ സാധ്യമാക്കാൻ നമുക്കും സാധിക്കും. ആ പഴയ വിലകെട്ട വയലിൻ വിലയുള്ളതായി, മൂല്യമുള്ളതായി, എല്ലാവരെയും മയിൽ കൊള്ളിച്ചതുപോലെ എല്ലാവർക്കും ആസ്വാദ്യമായ സംഗീതം കൊടുക്കുകയും അന്ന് അവിടെ ഉള്ളതിൽ ഏറ്റവും വിലയുള്ളതായി തീർന്നതുപോലെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് നമ്മൾ തന്നോട് തന്നെ ഒരു 10-20 പ്രാവശ്യം പറയുക, എൻ്റെ ജീവിതം അനുഗ്രഹീതമാണ്, എൻ്റെ ജീവിതം ധന്യമാകും, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ നേടും, എൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ ഈ വചനത്തിൽ കേട്ടതുപോലെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അതുകൊണ്ട് ആ ഒരു ബോധ്യം ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.